ഹലോ ഹായ് ഫ്രണ്ട്സ്, എന്താണ് കൂട്ടുകാരെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് എല്ലാവരുടെയും ഇന്നത്തെ പുതിയ വിശേഷങ്ങൾ? അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മളിന്ന് സാധാരണ കുസൃതി ചോദ്യങ്ങളും പിന്നെ കോമഡി വീഡിയോസൊക്കെ അല്ലേ ഇടാറ്. അപ്പോൾ ഇന്നൊന്ന് സ്പെഷ്യലായിട്ടൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് കറി വെക്കാനായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്ന് പുറത്ത് മഴ പെയ്തപ്പോൾ എല്ലാ പറമ്പിലും ഒരു ഭാഗത്തൊക്കെ ചീര മുളച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി ചീര ആയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് പൊട്ടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ രാജയോട് പറയണം, ഇവിടെ നിന്ന് പുറത്തേക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങുവാണെങ്കിലും രാജാ ഇപ്പോൾ വരാട്ടാ, രാജാ രാജാ രാജാ. ചില സമയത്ത് സംസാരിക്കും, രാജാന്ന് വിളിച്ചാൽ വിളി കേൾക്കും, അതൊക്കെ ചെയ്യും. ചില സമയത്തുണ്ടല്ലോ ഭയങ്കര ഗൗരവക്കാരനാണ്, മിണ്ടൂല. പുറത്തേക്ക് പോകുന്ന സമയത്ത് പറയണം, രാജാ പോട്ടെ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഇന്ന് പറമ്പിലേക്കൊന്ന് ഇറങ്ങിയിട്ടേ കുറേ ചീര മുളച്ചിട്ടുണ്ട്, കുറേ ചീര. അപ്പം ആ ചീര പൊട്ടിക്കാനുള്ള പരിപാടിയാണ്, ആ ചീര കറി വെക്കാനുള്ള പരിപാടിയാണ് ഇന്ന്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇപ്പോൾ ഒരു ചീര കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ആ ചീരയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ, ഇത് കാണുന്നവരുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയുന്നത്, പേര് പറയണതെന്ന് ഒന്ന് പറഞ്ഞേക്കണേ എന്നോട്. എനിക്കറിയില്ല ഇതിൻ്റെ പേരെന്താന്ന്. ഈ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. കണ്ടോ ഈ ചീര? സുന്ദരി പൂവ്, വയലറ്റ് പൂവൊക്കെ ഇട്ട് നിൽക്കുന്ന ചീരനെ കണ്ടില്ലേ? ഈ ചീരയാണ് ഇന്ന് കറി വെക്കാൻ പോണത്. ഇതൊരുപാട് ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ചീര കറി വെച്ചിട്ട് കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി, ചീര, ഈ ചീര. അപ്പോൾ ഈ ചീരക്ക് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര്, ഇതിൻ്റെ പേര് സത്യത്തിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ചീര ഞാൻ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്, പക്ഷേ പേരറിയാണ്ടാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കിന്ന് എൻ്റെ കൂട്ടുകാർ ഇതിൻ്റെ പേര് പറഞ്ഞു തരുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചീര തോരൻ വെക്കണം. അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല, വെജിറ്റബിൾസ് വാങ്ങിച്ചതൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് എന്തിനാ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങളുള്ളപ്പോൾ നമ്മൾ എന്തിനാ കരുതി ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളത്, അല്ലേ കൂട്ടുകാരെ? അപ്പോൾ ഇവിടെ സാധാരണ ചീര മുളച്ചാൽ ഞാൻ മുഴുവനായിട്ട് ഞാൻ പൊട്ടിച്ച് കറി വെക്കാറും തോരൻ വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ മഴ പെയ്തപ്പോൾ ആദ്യമായിട്ടുണ്ടായതല്ലേ, അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ തവണ കഴിക്കുന്നത്. പിന്നെ അത് ഇവിടെ ഒരു മാങ്ങ നിൽപ്പുണ്ട്, ആ മാങ്ങ ചാടി പൊട്ടിക്കണം. എനിക്ക് എത്തൂല, ചാടി പൊട്ടിക്കണം. ചാടി പൊട്ടിച്ചിട്ട് അത് ചമ്മന്തി ഉണ്ടാക്കണം. ഓക്കെ, ചാടി നോക്കട്ടെ കേട്ടോ. ഓ, ഒറ്റ ചാട്ടത്തിന് എന്നെ കിട്ടിയിട്ടോ സാധനം. കണ്ടോ, ഒറ്റ ചാട്ടത്തിന് ചാടി പൊട്ടിച്ചു. അടിപൊളി, നല്ല മാങ്ങയാണ് കേട്ടോ അത്. നല്ലൊരു ഇത് പഴുത്ത് കഴിഞ്ഞാലേ നമുക്ക് ഇത് ഈ മാങ്ങക്കൊരു ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ചെറുതായിട്ട് പെർഫ്യൂം ഇല്ലേ, പെർഫ്യൂമിൻ്റെ സ്മെല്ല് പോലെ ഫീൽ ചെയ്യും ഇത് കഴിക്കുമ്പോൾ. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും കേട്ടോ. അതിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്ന് ചീര തോരനും മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചീര തോരൻ, ചീര മാങ്ങ, ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം അങ്ങനെ ഇങ്ങനെ വന്നപ്പോഴാണ് ഇത് കണ്ടോ, ചക്ക ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ. നല്ല പഴച്ചക്ക എന്ന് പറയും കേട്ടോ, പഴച്ചക്കയാണിത്, പഴം പോലെയുള്ള ചക്ക. ഇത് പൊളിക്കാനായിട്ട്, ഇത് മുറിക്കാനായിട്ട് നമ്മളിത് കത്തിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമ്മളങ്ങ് പ്രസ് ചെയ്താൽ മതി. അതിങ്ങനെ ഓപ്പണായിട്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ നമ്മൾ അയിനിച്ചക്കൊക്കെ ഇല്ലേ, അയിനിച്ചക്ക പോലെ ഇങ്ങനെ അതിൻ്റെ ചുള നമുക്ക് കിട്ടും. നല്ല മധുരമാണ്, നല്ല സ്വീറ്റായിട്ടുള്ള. പക്ഷേ കുറച്ചധികം മേലെയാണ് നിൽക്കുന്നത് കേട്ടോ, കിട്ടൂല. ഇനിയിപ്പോൾ അത് ആരെങ്കിലും മരം കയറാൻ അറിയാവുന്ന ആരെങ്കിലും വിളിച്ചത് കയറ്റിപ്പിച്ച് പൊട്ടിക്കണം, അല്ലാതെ തോട്ടി കൊണ്ടൊന്നും കിട്ടാൻ ഒരു ചാൻസും ഇല്ല. കുറേ ട്രൈ ചെയ്തതാണ്, ഞാനും സത്തും കൂടെ ഇന്നലെ കുറേ ട്രൈ ചെയ്തു, പക്ഷേ കിട്ടിയില്ല. ഇനിയിപ്പോൾ ആരോടെങ്കിലും വരാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ആളോട് പറഞ്ഞിട്ടുണ്ട് വരാനായിട്ട്, ഇത് പൊട്ടിച്ച് തരാനായിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കുരു ഉണ്ടല്ലോ, കുരു അതിനേക്കാളും ടേസ്റ്റാണ്, ചക്കയേക്കാളും ടേസ്റ്റാണ് അതിൻ്റെ കുരുവിന്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബ്രൂണ കിടക്കുന്നത് കണ്ടോ, ബ്രൂണോ? ഓ, ബ്രൂണ ഭയങ്കര ഉറക്കാ. ബ്രൂണോ കണ്ട, രാജാവിനെ പോലെയാണ് നമ്മുടെ ബ്രൂണ കിടക്കുന്നത്. രാജാവാണെന്ന വിചാരം. ഓ, എന്താ അഹങ്കാരം, നോക്കുന്നു പോലും ഇല്ല. ബ്രൂണോ, നമുക്ക് 3 ദിവസം പ്രായമുള്ളപ്പോഴാണ് കേട്ടോ ഈ ബ്രൂണോനെ കിട്ടിയത്.
ബ്രൂണോയുടെ ഓഗസ്റ്റ് 7th ആണ് ബ്രൂണോയുടെ ബർത്ത്ഡേ. ഇയർ പറയുവാണെന്നുണ്ടെങ്കിൽ 22 ആണ് കേട്ടോ. 2022 ആണ് ബ്രൂണോയുടെ ബർത്ത്ഡേ. ബ്രൂണോ അപ്പം നമ്മുടെ ഈ കൊച്ചു ചാനലിലെ കൊച്ചു വീഡിയോസൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയണം, കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി അറിയിക്കണം കേട്ടോ. ഓക്കേ, താങ്ക് യു. അപ്പോൾ സത്ത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളോട് ചിക് ചാക്ക് പറയണം കേട്ടോ. ചിക് ചാക്ക്.